tomo esto como que el hombre se encuentra ahorita de parranda. Imagino que esta carne está buena. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മുമ്പത്തെ വീഡിയോകളൊക്കെ ചിലർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, വലിയ സന്തോഷം. അപ്പോൾ തുടർന്നും വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഹെയർ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പലരും പല രീതിയിലായിരിക്കുമല്ലോ കുട്ടികളുടെ ഹെയറൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതാണ് ശരിയായ രീതി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ കറ്റാർവാഴ ആണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി വൺസ് നമ്മൾ എന്തായാലും കറ്റാർവാഴ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലാണെങ്കിലും ഒരു കറ്റാർവാഴ ഒരു ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്കെപ്പോഴും ഫേസിലും പിന്നെ ഹെയറിലൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ കറ്റാർവാഴ. കുട്ടികൾക്കത് വലിയ ഇഷ്ടമല്ല, കാരണം ഇത് നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കറ്റാർവാഴയുടെ ജെല്ല് മേടിക്കുന്ന പോലെ അല്ല. നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും ഫേസിലൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അവർക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ടൊക്കെ തോന്നും. പക്ഷേ സംഭവം വേറെ കുഴപ്പം അലർജിയൊന്നും ഉണ്ടാവില്ല. അവർക്കത് എന്തായാലും അവർക്കതൊക്കെ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഞാനത് പിന്നെ നിർത്താനൊന്നും പോയിട്ടില്ല. വീക്ക്ലി വൺസ് ഞാൻ എന്തായാലും അവരെ പിടിച്ചിരുത്തിയത് ചെയ്യും. പിന്നെ ഫുള്ള് നമ്മൾ അവരെ വൃത്തിയാക്കുന്ന ദിവസം കൂടിയാണ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ. ഫെന്നമോളോട് കറ്റാർവാഴയ്ക്ക് ഒഴിക്കാൻ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്, ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം. അങ്ങനെ 2 പ്രാവശ്യം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഒന്നരാടം അല്ലെങ്കിൽ വെള്ളം ഇല്ല എന്ന് തോന്നുമ്പോഴേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നും അല്ല അത് ഇരിക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് അങ്ങോട്ട് മാറ്റി വെയിലത്തോട്ട് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ വലിയ കെയറിങ് ഒന്നും ഞാൻ അതിന് കൊടുത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇനി അതിൻ്റെ ഈ വേസ്റ്റ് തണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ഈ കറ്റാർവാഴ നന്നായിട്ടിങ്ങനെ പീൽ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അതൊരു പണിയാണ്, നല്ല ക്ഷമ വേണം, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിങ്ങനെ ചുരണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മൾ തന്നെ ഇത് വീട്ടിൽ ചെയ്ത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ഈ ജെല്ലൊക്കെ മേടിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ്. അത് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കും. ഫെന്നയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഇത് തേച്ച് തുടങ്ങിയപ്പോൾ. ആദ്യം ഫൈക്കൊക്കെ ഇങ്ങനെ കറ്റാർവാഴ ഇടില്ലായിരുന്നു, കാരണം അവൾക്ക് ഇനി എന്തെങ്കിലും കുഞ്ഞല്ലേ, കുറച്ചും കൂടെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെന്നയ്ക്കും ഇത് ചെയ്ത് കൊടുത്തപ്പോൾ ഓക്കെ, അവൾക്കും റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഫൈക്കും ചെയ്തു തുടങ്ങി, അപ്പോൾ അവൾക്കും ഓക്കെ ആണ്. പിന്നെ ഞാൻ ഈ കാച്ചിയ എണ്ണ, എന്ത് എണ്ണയാണെങ്കിലും അവർക്ക് തലയിൽ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി എല്ലാ എണ്ണകളും തേച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് ജലദോഷം, നീരിറക്കം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തലയിൽ എന്ത് എണ്ണ തേച്ചാലും അവർ യൂസായി പൊക്കോളും. ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് പച്ച വെളിച്ചെണ്ണയാണ് തലയിൽ തേച്ച് കൊടുക്കുന്നത്. അതും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഒരു വയസ്സായപ്പോൾ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ച് കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെ അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേ കറ്റാർവാഴ ഇതുപോലെ പേസ്റ്റാക്കി നല്ല ജ്യൂസ് അടിച്ചെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 3 പേരെയും കണക്കാക്കിയിട്ടാട്ടോ, 4 പേരും എനിക്കും കൂടെ കണക്കാക്കിയിട്ടാണ്, പക്ഷെ അത് മതി. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളില്ലേ, ഇത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 2 എണ്ണവും കൂടി, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് മാത്രമാണ് ഞാൻ വീക്ക്ലി വൺസ് ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഹെയറിന് വേണ്ടി ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേ ടൈം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. വേറെ വലിയ ഭാരിച്ച പണികളൊന്നുമില്ല. ഇത്ര സിമ്പിൾ കാര്യമാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ അത് എന്തായാലും വെച്ച് പിടിപ്പിച്ചോ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എന്തായാലും എല്ലാ വീട്ടിലും വേണം അല്ലേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോ. കറ്റാർവാഴ എന്തായാലും വീട്ടിലുണ്ടായിക്കോട്ടെ. ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരണം കേട്ടോ. കമൻറ്റിൽ ചെയ്താൽ മതി, ഞാനും അതൊക്കെ ട്രൈ ചെയ്തോളാം. അങ്ങനെയല്ലേ വേണ്ടത്.
അടുത്തതായി കറ്റാർവാഴ മാനസികമായിട്ട് പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണോ എന്നൊന്നും ആരും ചോദിച്ചേക്കരുത്. ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ആ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്നിട്ട് കറ്റാർവാഴയുടെ ചോട്ടിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് എന്താവുമെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത്, നോക്കാമല്ലോ. അതുപോലെ കുറച്ച് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഉണങ്ങിയ തണ്ട് പോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു, അതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് വീടിനകത്താണ് വെച്ചേക്കുന്നത്. ആ സാധനം എത്ര ആയിട്ടും അങ്ങോട്ട് വളരുന്നില്ല. ഒരു പ്രാവശ്യം ഞാനിത് നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് ഫെന്നെ കൊണ്ടുപോയിട്ട് നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് കൊണ്ടുവച്ചിട്ട് അത് ഉണങ്ങി കരിഞ്ഞ പോലെ, സോറി അത്രയ്ക്ക് അങ്ങോട്ടില്ല, ഒരു ഇലയൊക്കെ പഴുത്ത കളറായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ വെയിലത്തേ വെക്കുന്നില്ല എന്ന്. എന്തായാലും ആൾ ഇങ്ങനെ ചെറുതായി തന്നെ നിൽക്കുകയെന്ന്, വളരാനൊട്ടും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഞാനതിന് കുഞ്ഞൂട്ടൻ എന്നൊരു പേര് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഞാൻ അതിനൊന്നും ഡെയിലി എടുത്തിട്ട് ഇങ്ങനെ നോക്കും, കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചെടി വളരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. ഇതെല്ലാം പരീക്ഷണമാണേ, ഒന്നും അറിഞ്ഞൂടാ. സത്യത്തിൽ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം. അപ്പോൾ അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചെല്ലാം കൂടി നമ്മുടെ കുഞ്ഞൂട്ടിന് ഇട്ട് കൊടുക്കാം. ഇത് വളരുമെന്നൊന്ന് അറിയണമല്ലോ. ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് അറിയിക്കാം. ചിലപ്പോൾ വിജയിച്ചാലോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യുന്നു, വിജയിക്കുവാണെങ്കിൽ വിജയിക്കട്ടെ എന്നേ. ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കാറുണ്ടോ? അങ്ങനെ നോക്കുന്നവരാണോ നിങ്ങളും? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മണി പ്ലാന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ. എനിക്കിതൊന്നും വലിയ പിടിയില്ല. ഇനി വേറെ ആരെങ്കിലും യൂട്യൂബ് ചാനൽ കണ്ടിട്ടൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ. ചിലർക്ക് ഈ ചെടികളോട് ഭയങ്കര ഇതായിരിക്കും. എനിക്കും ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ, ഒരുപാട് ചെടി വേണം എന്നൊക്കെ. പക്ഷേ ഒന്നാമത്തെ കാര്യം ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല. നോക്കട്ടെ, ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാമല്ലേ. എന്തായാലും മണി പ്ലാന്റ് എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്കങ്ങോട്ട് ഇത് ശരിയായി വരുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഇത് നന്നായിട്ട് പരിപാലിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിലൊന്ന് ഇതിന് വളമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അതൊന്നും അല്ലല്ലോ, അപ്പോൾ പിന്നെ അതിലോട്ട് കിടക്കാം. അപ്പോൾ അതേ കറ്റാർവാഴ നമുക്കിനി തലയിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മസാജ് ചെയ്യാൻ തന്നെ പേടിയാണ് കേട്ടോ. തല മസാജ് ചെയ്തിട്ട് ഓരോരുത്തർ മരണപ്പെടണു എന്നൊക്കെ കേട്ടപ്പോഴേ നല്ല പേടിയുണ്ടാവുകൊണ്ട് വല്ലാണ്ട് മസാജില്ല, ചെറുതായിട്ട്. നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് റെയർ കേസാണെങ്കിലും വല്ലാണ്ട് ഡീപ്പ് മസാജൊന്നും ആർക്കും കൊടുക്കണ്ടെന്നേ. ജീവൻ കളഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണവും വേണ്ടല്ലോ. അപ്പോൾ അതേ ഫെന്നയുടെ തല നന്നായിട്ട് ഇത് കറ്റാർവാഴ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ 5K പിടിച്ച് അവളുടെ മുമ്പിലോട്ട് ഇരുത്തി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ആ മുടി ഒന്ന് ചിക്കറുക്കുക എന്ന് പറയും, ഉടക്കറുക്കുക ചിക്കറുക്കുക ആ സംഭവം. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ. മറ്റവർക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല മുടി തൊടുന്നത് 5Kക്ക്. ഫെന്നെ പിന്നെ കുഴപ്പമില്ല. മുടി നശിപ്പിക്കല്ലേ. കയ്യിൽ ഹെയറൊക്കെ ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആയി. ഷാമ്പു മാത്രമായിട്ട് യൂസ് ചെയ്തിട്ട്. ഈ കണ്ടീഷണർ ഉപയോഗിക്കല്ലേ? അതേ ഉപയോഗിക്കുള്ളൂ. വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടുകൊണ്ടായിരിക്കും കാക്കകളൊക്കെ കൂടി ഭയങ്കര ശല്യം. അപ്പോൾ ദേ അടുത്ത ആൾ പിടിച്ചിരുത്തിയിട്ട് ഇനി ഇവളുടെ തലയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. ഇവളുടേത് ഒരു ചുരുണ്ട അങ്ങനത്തെ ഒരു മുടിയാണ് കേട്ടോ. ഒരു കുറച്ചും കൂടെ തിക്കുണ്ട്, പിന്നെ ചുരുണ്ടിട്ടുള്ള അത്ര ചുരുണ്ടതല്ല എന്നാലും ചുരുണ്ട മുടിയാണ്. ഫെന്നൻ്റെ നല്ല കോല് പോലത്തെ മുടിയാണ്. രണ്ടാളതും 2 ടൈപ്പാണ്. അപ്പോൾ ഇനി ഇവളുടേത് ഫുള്ള് പെട്ടെന്ന് ചിക്ക് പിടിക്കും. ഞാൻ ചിക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല, ഇങ്ങനെ ഉടക്ക് പിടിക്കും, എപ്പോഴും ചിക്കായി കിടക്കും മുടി. അപ്പോൾ കുറച്ച് നേരം മുടി കെട്ടി വെച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാണ്. മുടി മൊത്തം പൊട്ടിപ്പോവും. നമ്മൾ ചീകി എടുക്കുമ്പോൾ വീണ്ടും പണിയാവും. അങ്ങനെ ഇരുന്നു കണ്ണും പൊട്ടിയിട്ട്. മറ്റേ മുടി എത്ര കഴുകുമ്പോൾ കുറച്ചുകൂടി അയക്കും. നോക്കല് കഴിഞ്ഞു.
ഞാൻ പോവാ. ഞാൻ കൈ പോയിക്കോ. ഇജ്ജ് പോടി അവിടുന്ന്. ഇജ്ജൊന്ന് പോടി അവിടുന്ന്. ഒന്ന് പോടി അവിടുന്ന്. ഓവറാവല്ലേ? എനിക്കും വീഡിയോ എടുക്കണം. ആൺകുട്ടികൾക്ക് ഇതൊന്നും വേണ്ടെന്ന് ആരാ പറഞ്ഞേ? ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ഇപ്പോൾ അവരും ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ. പിന്നെ പണ്ടൊക്കെ ആയിരുന്നു പെൺകുട്ടികൾക്ക് മാത്രം ഈ സ്കിന്നും ഹെയറൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കണ്ടീഷനൊക്കെ. ഇപ്പം അതൊന്നുമല്ല, ആൺകുട്ടികളും അതൊക്കെ ചെയ്തു തുടങ്ങി, ശ്രദ്ധിച്ചു തുടങ്ങി. അവരിപ്പോൾ പൊളിയാണ്. അതുകൊണ്ട് എൻ്റെ മോനെയും ഇപ്പം തന്നെ ഇതൊക്കെ ഒന്ന് ശീലിപ്പിച്ച് കൊണ്ടുവരാം. അവൻ നല്ല മടിയാട്ടോ, അവൻ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയും. പക്ഷെ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അവനെ ഒന്നൊന്നും അങ്ങനെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. അവന് നല്ല ഗ്ലാമറായിട്ട് വളരട്ടെ എന്ന്, നല്ല ഹെയറും നല്ല സ്കിന്നൊക്കെ ആയിട്ട് അവനും വളരട്ടെ അല്ലേ? പിന്നെ തോന്നരുതല്ലോ എന്താ എനിക്കിതൊന്നും ചെറുപ്പത്തിൽ ചെയ്തു തരാഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന് അങ്ങനെ പറയരുതല്ലോ. എന്തായാലും അടുത്ത ജനറേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഫുൾ പാർലറും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. അവരവരുടെ ഹെൽത്തും സ്കിന്നും ഹെയറൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പോയിട്ട് എല്ലാത്തിനും കുളിപ്പിക്കട്ടെ. കണ്ടില്ലേ, അവൻ അതും കൊണ്ട് നേരെ കണ്ണാടിയുടെ മുമ്പിലോട്ട് പോയി. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ കണ്ടത്. എന്തായാലും ഇത് ഇവിടെ കിടക്കട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് എല്ലാവരും അറിയട്ടെ. അങ്ങനെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം കുറേ ലേറ്റായിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് മക്രോണി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തൊരു വൈറ്റ് സോസ് പാസ്ത അങ്ങോട്ട് കാച്ചി. അതാവുമ്പോൾ അവർ ഹാപ്പി, ഞാൻ ഡബിൾ ഹാപ്പി. കാരണം പെട്ടെന്ന് തട്ടിക്കൂട്ടമായിട്ടൊരു ലഞ്ച് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.